എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ഞാൻ മാക്സിമം ലെങ്ത് ആവാതെ തന്നെ ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു കമ്പനി ഒരു കമ്പനിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ട് അത് നിങ്ങളെ ആരെയും അറിയിക്കാതെ പോയാൽ അത് ഭയങ്കര വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതൊരു ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾക്ക് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇത് നോക്കിയപ്പോൾ ഇതിൽ നമ്മളൊരു കറക്റ്റായിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് എനിക്ക് ഈ ഒരു കമ്പനിയെക്കുറിച്ച് കേട്ടപ്പോൾ തോന്നിയത് നമ്മൾ ഇതുവരെ ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിനെക്കാളും വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇതിനെപ്പറ്റി നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കേൾക്കണം. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കമ്പനിയുടെ പേര് എസ് ഗ്രൂപ്പ്, അതായത് സിൻസിയർ സിസ്റ്റം ഗ്രൂപ്പ്, എസ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കമ്പനിയെക്കുറിച്ചാണ്. ഇവർ മെയിനായിട്ട് ഇവർ ഒരു മൾട്ടിനാഷണൽ വലിയൊരു കമ്പനിയാണ്. അപ്പം നമ്മൾ ഇവരോട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫോറക്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻവെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ ഇവർ 10 വർഷമായിട്ട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു കമ്പനിയാണ് എസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ താഴോട്ട് വരുമ്പോൾ അറിയാം ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും. ഈ ഒരു സൈറ്റ് തന്നെ നല്ല പ്രീമിയം സൈറ്റാണ്. നിങ്ങൾക്കറിയാം, നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു സൈറ്റാണ്. നമ്മൾ ഫേക്ക് കമ്പനികൾ തുടങ്ങുന്ന താൽക്കാലിക സൈറ്റല്ല ഇത്. വളരെ ഇതിൻ്റെ ഹെഡൊക്കെ വളരെ ഫേമസ് ആയ ആൾക്കാരാണ്. അതൊക്കെ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് അവരുടെ മെയിൻ എയിം ഏതൊക്കെയാണ്, അവരുടെ ഏരിയ എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് അവരുടെ ഫോറക്സ് മാർക്കറ്റാണ്. ഫോറക്സ് മാർക്കറ്റ് ഇതിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഉപയോഗിച്ച് അവർ ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ട് 2017 തൊട്ടാണ് അവർ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. 2019 ആയപ്പോൾ അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിലോട്ട് മാറി. അതിനു മുമ്പ് അവർ നല്ല സ്ട്രാറ്റജിയൊക്കെ അറിയാമെന്നുള്ള ഹൈ പ്രൊഫൈലുള്ള ട്രേഡർമാരെ വെച്ച് മാനുവൽ ട്രേഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് മാറിയതിന് ശേഷം പബ്ലിക്കിൻ്റെ ഫണ്ട് കളക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ യൂസ്. കാരണം നമ്മളിപ്പോഴുള്ളവർക്ക് വെറുതെ നമ്മൾ ഒരു അഡ്രസ്സും ഇല്ലാത്ത കുറേ കമ്പനികളെ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതേസമയം ഇത് നല്ലൊരു ബാക്കപ്പുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിസ്ക് ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അങ്ങനെ തോന്നി. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നെ അവരുടെ SIPO, അതുപോലെ തന്നെ ചാരിറ്റി, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സൈറ്റിൽ കയറി അവിടെ ഫാർമസ്യൂട്ടിക്കൽ പേജിലോട്ടൊക്കെ പോകാൻ പറ്റും. അതൊന്നും നമ്മുടെ ഏരിയ അല്ല, അതുകൊണ്ട് ഞാനിപ്പം പറയുന്നില്ല. ഓക്കെ, അവർക്ക് കമ്മിങ് സൂണായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എസ് കാർഡ് എന്ന് പറയുന്നത്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് വരാൻ പോകുന്ന എസ് കാർഡ് എന്ന് പറയുന്നത് കമ്മിങ് സൂണാണ്. അത് തന്നെ എസ് അക്കാഡമി, ഇതൊക്കെ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞത് ഇതൊരു ബ്രിട്ടീഷ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്. നമുക്ക് ഫോറക്സ് ട്രേഡിങ്ങിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് ഏകദേശം 40,000+ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് വേൾഡ് വൈഡ്. അതുപോലെ തന്നെ ഇവരുടെ കമ്പനിയെ പറ്റി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കമ്പനിയെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. കമ്പനിയുടെ ഓഫീസ് എവിടെയൊക്കെയാണ് കണ്ടോ, റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് 4 കൺട്രീസ്, 90+ കൺട്രീസിൽ ഇപ്പം അവർ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഏകദേശം 26,000 രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അവരുടെ മിഷനും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക്, ഞാൻ എന്തെങ്കിലും തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റ് എല്ലാം താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതിൽ കയറിയിട്ട് നോക്കാം. പിന്നെ കമ്പനി ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയുടെ UK-യിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ UK-യുടെ ഒരു ഗവൺമെൻറ് സൈറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനി UK ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ നമ്പറും ബാക്കി സിൻസിയർ സിസ്റ്റം ഗ്രൂപ്പ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ്
സെറ്റിൽഡാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പിന്നെ ഇവരുടെ അഡ്രസ്സ്, രജിസ്റ്റേർഡ് അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് ആക്റ്റീവ്, അതുപോലെ തന്നെ നമുക്കിവിടെ എല്ലാം അറിയാൻ പറ്റും. ഇത് UK ഗവൺമെൻറ് സൈറ്റാണ്, അപ്പോൾ നമുക്ക് ഇതിലെല്ലാം അറിയാൻ പറ്റും. പിന്നെ അവരുടെ സർട്ടിഫിക്കേഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, അവർ ISO സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയ കമ്പനിയാണ്. അത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ പീപ്പിൾ എന്ന് പറയുന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് മറിയാന റോട്ട്ബുഡ് എന്ന പേരിലാണ് ഇത് ഡയറക്ടർ ആ പേരിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടർ നമ്മളെല്ലാം ഇവർ യുക്രൈൻ സ്വദേശിയാണ്, പക്ഷേ UK സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ് ഇതിൻ്റെ ഡയറക്ടർ. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അയാളുടെ പ്രൊഫൈൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഹിഡൻ ആയിട്ട് ഒന്നും വെക്കുന്നില്ല. ഇതിൻ്റെ കമ്പനിയുടെ അഡ്രസ്സ്, കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനി എവിടെയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. അതാണ് ഈ ഒരു ഇത് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത്. കാരണം എല്ലാം ട്രാൻസ്പെറൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഹൈലി പ്രൊഫൈലുള്ള ട്രേഡർമാർ ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജിയാണ് അവർ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്ക്ലൂസീവായ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നമ്മൾ എൻ്റെ ഒരു ലെവൽ വെച്ച് ഞാൻ പറയുന്ന ഒരു 2-3 വർഷം കൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കമ്പനിയാണ്. നമ്മളെല്ലാവരും ഈ ഇതുപോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ഫിനാൻഷ്യലായിട്ട് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ ഇതുപോലുള്ള നമ്മൾ ക്രെഡിബിളായിട്ടുള്ള കമ്പനികൾ കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാനും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതേസമയം നിങ്ങളെയും ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ എന്തായാലും ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ മറ്റുള്ള കമ്പനികളിൽ ഞാൻ പറയാം റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യണം നിങ്ങൾ എന്ന് പറയുന്നു. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. എൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് കുറച്ച് കൂടുതലുണ്ട് ഈ ഒരു കമ്പനിയിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കണ്ട. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കമ്പനിയിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല, അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫൗണ്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ കേട്ട് കാണും, വാഡിം മഷ്റൂഫ് എന്ന് പറയുന്ന ആളാണ്. ഈ പുള്ളി എന്ന് പറയുന്നത് 23 ഇയേഴ്സിൽ, അതായത് അയാളുടെ 23ാമത്തെ വയസ്സിൽ മില്ലിയനർ ആയ ആളാണ്. യങ്ങസ്റ്റ് മില്ലിയനർ ആയിട്ടുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. നമുക്കിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇയാളുടെ വിക്കിപീഡിയ എടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിലെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ സ്റ്റാർട്ടപ്പ് നമ്മുടെ അറിയാൻ പറ്റും. വാഡിം മഷ്റൂഫ് ഈസ് നെയിം ഓഫ് സിനോണിമസ് സക്സസ് ഇൻ യുക്രൈൻ സ്വദേശിയാണ്, പക്ഷേ UK സെറ്റിൽഡ് ആണ് പുള്ളി. അപ്പോൾ US ബേസ്ഡ് സ്റ്റാർട്ടപ്പ്, 14 years ഓൾഡ്, സം ഹെഡ്. അവിടെ US ബേസ്ഡ് സ്റ്റാർട്ടപ്പൊക്കെ ഇയാൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ ട്രേഡിങ്ങിലൊക്കെ മെയിൻ ആളാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള ട്രേഡിങ്ങിലൊക്കെ നല്ല രീതിയിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്ന ഇയാളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിവിടെ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇവിടെ നമുക്ക് അവിടെ എല്ലാം പറയുന്നത് 22 ഏജിൽ അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, 23 ഇയേഴ്സിൽ. പിന്നെ ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് പറയാനുണ്ടോ. നിയർലി 30,000 പീപ്പിൾസ് രജിസ്റ്റേർഡ് ഇൻ 90 രാജ്യങ്ങളിലായിട്ട് 30,000 ആൾക്കാർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇവരുടെ കമ്പനിയിലോട്ട്. ഓക്കെ, ബാക്കി ഇവരുടെ ഞാൻ പറയട്ടെ, ട്രേഡിംഗ് മാത്രമല്ല, ഇവരുടെ മെഡിക്കൽ രംഗത്തായാലും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ രംഗത്തായാലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഞാൻ ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇനി ഞാൻ മാക്സിമം വീഡിയോ ലെങ്ത് കുറച്ച് തന്നെ ചെയ്യാൻ നോക്കും. ഓക്കെ,
അപ്പം ഞാൻ സിൻസിയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വെബ്സൈറ്റിലോട്ടാണ് വന്നേക്കുന്നത്. അവിടെ ഇതിൽ നമുക്ക് അതിൻ്റെ ട്രേഡിങ്ങിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ, ഈ ഒരു സൈറ്റിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാം കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു സ്റ്റഡിയും കൂടി ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാനെന്നേ ഞാൻ പറയൂ. ഓക്കെ, ഞാനിതൊരു ഒരാഴ്ച എടുത്ത് ഇതിൻ്റെ ബാക്കിന്ന് പോയിട്ട് പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞുതരാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അവരുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഫോറക്സ് മാർക്കറ്റ്, അതുപോലെ തന്നെ സിൻസിയർ IPO ഉണ്ട്. അവരുടെ ഇനിഷ്യൽ പ്രൈസ് ഓഫറിങ് സ്റ്റോക്സിൻ്റെ ഇതാണ് IPO. അത് കഴിഞ്ഞിട്ട് അവരുടെ സിൻസിയർ ചാരിറ്റി, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, ഇതൊക്കെയാണ് അവർക്ക് മെയിനായിട്ട് വരുന്നത്. പിന്നെ അവരുടെ കുറേ ഡീസെൻട്രലൈസേഷൻ അവർക്ക് മെയിൻ, അവരുടെ ഇവിടെ പറയുന്നുണ്ട്, വി പ്രൊവൈഡ് ഫുൾ ട്രാൻസ്പെറൻസി ടു ആൾ സ്റ്റേജസ് കോർപ്പറേഷൻ യൂസിങ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതായത് അവർ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്കും തോന്നി. കാരണം ഇവരുടെ ഓഫീസോ, ഇവരുടെ പിന്നെ നമ്മുടെ ഫൗണ്ടർമാരുടെ പേരോ, അവരുടെ അഡ്രസ്സോ, അവരുടെ ഡീറ്റെയിൽസോ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. എല്ലാം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നി ഈ ഒരു കമ്പനിയിൽ. അതുപോലെ റോബോട്ടൈസേഷൻ, ഇവർ പറയുന്ന ഓട്ടോമേറ്റഡ് റോബോട്ടിക് AI സിസ്റ്റം വെച്ചിട്ടാണ് അവർ എല്ലാം ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ബാങ്കുകൾ പോലും AI സിസ്റ്റം, ഓട്ടോമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട്. ഇതിലോട്ട് ഞാൻ പോവാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഞാനിവിടെ സിൻസിയർ വാലറ്റ് ഉണ്ട് അവർക്ക്, അതുപോലെ സിൻസിയർ എക്സ്പ്ലോറർ, അതുപോലെ സിൻസിയർ കാർഡ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങളൊരു വീഡിയോ കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ഓൺ ചെയ്ത് ഇത് വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കണം. ഞാൻ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവർക്ക് ഓൾമോസ്റ്റ് 10 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് ട്രേഡിങ്ങിൽ. അതുപോലെ തന്നെ ഇവർ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രേഡർമാരുടെ സ്ട്രാറ്റജികളെല്ലാം കൂടി അവർ സെറ്റ് ചെയ്ത് ഒരു AI റോബോട്ടാക്കി ആ സിസ്റ്റമാണ് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ അവർ ഉറപ്പ് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി 15% റിട്ടേൺ, 15 പോയിൻറ്റ് സംതിങ് റിട്ടേൺ ആണ് അവരുടെ ആവറേജ് റിട്ടേൺ. ഇതുവരെയുള്ള കൊടുത്തിട്ടുള്ളതിൽ വെച്ച് ആവറേജ് റിട്ടേൺ 15.5 റിട്ടേൺ ആണ്. അപ്പം നമ്മൾ 15.5 മന്ത്ലി റിട്ടേൺ എന്ന് പറയുന്നത് ഭയങ്കര നല്ല കുറഞ്ഞ റിട്ടേൺ. നമ്മൾ മൈ ടോക്കൺ അതുപോലത്തെ കുറേ കമ്പനികളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ആർക്കും കൊടുക്കാൻ പറ്റാത്ത 70%, 120%, 150% ഒക്കെ കൊടുത്തപ്പോഴേ നമുക്ക് അത്രയും കൂടുതൽ കൊടുക്കുമ്പോഴേ നമുക്കറിയാം പക്ഷെ നമുക്കത് റിസ്ക് എടുത്ത് തന്നെ ചെയ്യണമെന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു അതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത് 15% റിട്ടേൺ ആണ്. അത് അവർ ഉറപ്പ് നൽകുന്ന റിട്ടേൺ ആണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള കമ്പനികളിൽ ഇവർ വാരിക്കോരി റിട്ടേൺ കൊടുക്കില്ല. കാരണം അവരുടെ അങ്ങനെ കൊടുത്താൽ തന്നെ അവരുടെ ക്രെഡിബിലിറ്റി പോയി. അപ്പോൾ ഈ ഒരു കൊടുക്കാൻ പറ്റുന്ന റിട്ടേൺ ആണ് എല്ലാവരും കൊടുക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആവറേജ് റിട്ടേൺ 15% അവർ കൊടുക്കും എന്നാണ് പറയുന്നത് വീഡിയോയിലൊക്കെ. ഇനി ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് പോവാം. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് DDS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണത്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ടീമുകളുടെ സോഫ്റ്റ്വെയറും നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാം അവിടെ ചെയ്ത് കൊടുക്കുന്ന ഇവരുടെ അണ്ടറിലാണ്. അതായത് ഇവരുടെ വെബ്സൈറ്റും സോഫ്റ്റ്വെയറൊക്കെ നമ്മുടെ ബിൽഡ് ചെയ്തേക്കുന്ന DDS എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഈ DDSൻ്റെ സൈറ്റിൽ കയറുമ്പോൾ അവരുടെ പാർട്ട്ണർ നമ്മൾ കാണാൻ പറ്റും. അവർ ആർക്കൊക്കെ വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാനിതിൽ കാണിച്ചു തരാം. DDSൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മോർഗൻ സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണാൻ പറ്റും. അത് JP മോർഗൻ എന്ന് പറയുന്ന USA ഏറ്റവും സെക്കൻഡ്, അതായത് USA തന്നെ സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് JP മോർഗൻ എന്ന് പറയുന്നത്. ആ ഒരു ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ ബാക്കി കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ DDSൻ്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ദുഷർട്ടെ ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. അതും ഈ DDS ആണ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക, മെറിൽ ലിഞ്ച്. ബാങ്ക് ഓഫ് അമേരിക്ക USA നമ്പർ 1 ബാങ്കാണ്. അതുപോലെ മെറിൽ ലിഞ്ച് എന്ന് പറയുന്ന ഒരു ഏരിയയിലെ ബാങ്കാണ്. അപ്പം നിങ്ങൾ കേട്ട് കാണും, ഇതൊക്കെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ബാങ്കുകളാണ്. ഇവരുടെ ഡീറ്റെയിൽസ്, ഇവരുടെ കാര്യങ്ങളും ഇവരുടെ സോഫ്റ്റ്വെയർ എല്ലാം കോർപ്പറേഷൻ, അതായത് ഇവർ DDSുമായിട്ട് ഇവർ ടൈപ്പ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള കമ്പനികളാണ്. BNB,
പരിവാസ്, JP മോർഗൻ, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഇവിടെ സിൻസിയർ സിസ്റ്റംസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിൻസിയർ സിസ്റ്റംസ് പാർട്ണർഷിപ്പ് വിത്ത് TDS ആണ്. ഇവിടെ നമുക്ക് TDSൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സിൻസിയർ സിസ്റ്റംസിനെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതെല്ലാം നമുക്ക് മൾട്ടിനാഷണൽ വലിയ വലിയ കമ്പനികളുടെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന DDSുമായിട്ടാണ്. അപ്പോൾ ആ DDSുമായിട്ടാണ് ഈ സിൻസിയർ സിസ്റ്റംസ് ടൈപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിത് ഞാൻ എൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കാണാൻ പറ്റും. ക്രെഡിബിളായിട്ട് തന്നെ നിങ്ങൾക്കും തോന്നും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ആദ്യമേ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ പറയണം എന്നുണ്ടായിരുന്നു. ഇനി ഇതിലെങ്ങനെ സൈനപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. നിങ്ങൾ ആരും മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തെങ്കിലും നിങ്ങളും കൂടി ഇതിനെക്കുറിച്ച് പഠിക്കുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഓക്കെ.